Today we will be discussing taxonomic character. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. What is character? What is character state? And what is characteristics? Then what is analytic and synthetic character? What is quantitative and qualitative character? Good and bad character? Unit and multiple character? And last, correlation of character. So ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് ക്യാരക്ടർ, വാട്ട് ഇസ് ക്യാരക്ടർ സ്റ്റേറ്റ് ആൻഡ് വാട്ട് ഇസ് ക്യാരക്ടറിസ്റ്റിക്. ക്യാരക്ടർ മീൻസ് any expressed attribute of the organism that can be measured, counted or otherwise assessed. Simply, any expressed attribute of an organism is called character. ഒരു ഓർഗാനിസത്തിൻ്റെ എക്സ്പ്രസ്ഡ് ആട്രിബ്യൂട്ടിനെയാണ് ക്യാരക്ടർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഫില്ലോടാക്സി ഒരു ക്യാരക്ടറാണ്, പ്ലാസൻറ്റേഷൻ ഒരു ക്യാരക്ടറാണ്, ഈസ്റ്റിവേഷൻ ഒരു ക്യാരക്ടറാണ്. ദെൻ വാട്ട് ഇസ് ക്യാരക്ടർ സ്റ്റേറ്റ്? പാറ്റേൺ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ക്യാരക്ടർ ഈസ് കോൾഡ് ക്യാരക്ടർ സ്റ്റേറ്റ്. ഇങ്ങനത്തെ എക്സ്പ്രസ്ഡ് ആട്രിബ്യൂട്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ ഡിഫറെൻ്റ് ആയിരിക്കും. പ്ലാസൻറ്റേഷൻ ഒരു പ്ലാന്റിൽ ആക്സൈലാണെങ്കിൽ ഒന്നിൽ പരൈറ്റിലായിരിക്കാം, ഒന്നിൽ മാർജിനലായിരിക്കാം. സോ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ പാറ്റേൺ ഓഫ് എക്സ്പ്രഷനെയാണ് ക്യാരക്ടർ സ്റ്റേറ്റ് എന്ന് പറയാം. സെയിം ക്യാരക്ടർ മേ ഹാവ് സെവറൽ ക്യാരക്ടർ സ്റ്റേറ്റ്. സോ ഒരു ക്യാരക്ടറിന് ഒരുപാട് ക്യാരക്ടർ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് ഇതാണ്. പ്ലാസൻറ്റേഷൻ എന്നുള്ളത് ഒരു ക്യാരക്ടറാണ്, അതായത് ഒരു ഓർഗാനിസത്തിലെ എക്സ്പ്രസ്ഡ് ആട്രിബ്യൂട്ടാണത്. ദെൻ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്റ്റേറ്റ് അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് എക്സ്പ്രഷൻ ആണ് ആക്സൈൽ, പാരൈറ്റൽ, മാർജിനൽ, ബേസൽ എന്നൊക്കെ പറഞ്ഞത്. ദെൻ വേറൊരു ക്യാരക്ടറാണ് ഫില്ലോടാക്സി. അതിൻ്റെ പാറ്റേൺ ഓഫ് എക്സ്പ്രഷൻ ഓർ ക്യാരക്ടർ സ്റ്റേറ്റ്സ് ആണ് ഓപ്പോസിറ്റ്, ഓൾട്ടർനേറ്റ്, വേൾഡ് എക്സെട്ര. ദെൻ വേറൊരു ക്യാരക്ടറാണ് ഈസ്റ്റിവേഷൻ. ദെൻ അതിൻ്റെ പാറ്റേൺ ഓഫ് എക്സ്പ്രഷൻ ഓർ ക്യാരക്ടർ സ്റ്റേറ്റ്സ് ആണ് വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് എക്സെട്ര. സോ പ്ലാന്റിൽ കാണുന്ന എക്സ്പ്രസ്ഡ് ആട്രിബ്യൂട്ടിനെ ക്യാരക്ടർ എന്ന് പറയും. എക്സാമ്പിൾ പ്ലാസൻറ്റേഷൻ, ഫില്ലോടാക്സി, ഈസ്റ്റിവേഷൻ എക്സെട്ര. പാറ്റേൺ ഓഫ് എക്സ്പ്രഷൻ ഓഫ് എ ക്യാരക്ടർ ഈസ് കോൾഡ് ക്യാരക്ടർ സ്റ്റേറ്റ്. ദെൻ വാട്ട് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ്? When a particular character state is exclusive to a particular taxon, it is said to be characteristic. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സ്റ്റേറ്റ് ഒരു പെർട്ടിക്കുലർ ടാക്സോണിന് എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ പ്ലാസൻറ്റേഷൻ എന്നുള്ളൊരു ക്യാരക്ടർ അതിൻ്റെ പാറ്റേൺ ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റേറ്റ് ആയിട്ടുള്ള ആക്സൈൽ അത് ഒരു ടാക്സക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പാപ്പിലിയോണേഷ്യസ് കൊറോള. പാപ്പിലിയോണേഷ്യസ് കൊറോള എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ടു പാപ്പിലിയോണേസി ഫാമിലി. സോ കൊറോള എന്നുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റേറ്റ് ആണ് പാപ്പിലിയോണേഷ്യസ് കൊറോള. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്റ്റേറ്റ് ഉണ്ട് കൊറോളക്ക്. പാപ്പിലിയോണേഷ്യസ് കൊറോള ഉണ്ട്, അതുപോലെ ബൈലേബിയേറ്റ് കൊറോള ഉണ്ട്, ബെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കൊറോള ഉണ്ട്. അപ്പോൾ പാപ്പിലിയോണേഷ്യസ് കൊറോള എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ടു പാപ്പിലിയോണേസി ഫാമിലി. സോ ആ പെർട്ടിക്കുലർ ടാക്സോൺ നമ്മൾ എക്സ്ക്ലൂസീവ് ടു എ പെർട്ടിക്കുലർ ടാക്സോൺ എന്ന് പറഞ്ഞല്ലോ, ആ പെർട്ടിക്കുലർ ടാക്സോൺ ആണ് ഫാമിലി പാപ്പിലിയോണേസി എന്ന് പറഞ്ഞത്. സോ പാപ്പിലിയോണേഷ്യസ് കൊറോള എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ടു പാപ്പിലിയോണേസി ഫാമിലി. അതുപോലെ തന്നെ ഡിസെൻഡിങ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ഇസ് എക്സ്ക്ലൂസീവ് ടു family Papilionaceae. So Papilionaceous corolla, descending imbricate, estivation etc. are the characteristic feature of the family Papilionaceae എന്ന് പറയാം. അതുപോലെ ഗൈനോബേസിക് സ്റ്റൈൽ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ഫാമിലി ലാമിയേസി. ലാമിയേസി എന്ന് പറയുന്നത് തുമ്പൻ്റെ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ കാണുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റേറ്റ് ആണ് ഗൈനോബേസിക് സ്റ്റൈൽ, which is exclusive to family Lamiaceae. So it is the characteristic feature of the family Lamiaceae. Analytic
and synthetic characters. Analytic charactersനെ diagnostic characters അല്ലെങ്കിൽ key characters എന്നും പറയും. Different taxa involved in a study have to be segregated or distinguished. Characters used for segregating or distinguishing a taxa is called analytic character. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ടാക്സിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് അനലിറ്റിക് ക്യാരക്ടർ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നോക്കുക. അവിടെ താഴെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ പാരലൽ വെനേഷൻ ഒരു ക്യാരക്ടറാണ്. ഈ പാരലൽ വെനേഷൻ എന്നുള്ള ക്യാരക്ടർ നമുക്ക് ആൻജിയോസ്പേംസിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ആൻജിയോസ്പേം എന്നുള്ള ഒരു ഗ്രൂപ്പിൽ പാരലൽ വെനേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം ഡൈക്കോട്സ് ആൻഡ് മോണോകോട്സ് ആയിട്ട്. സോ പാരലൽ വെനേഷൻ എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആൻജിയോസ്പേം എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പാരലൽ വെനേഷൻ എന്നുള്ള ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് ആൻജിയോസ്പേംസിനെ മോണോകോട്സ്നും ഡൈക്കോട്സ്നും ആയിട്ട്. ആൻഡ് analytic characters have limited occurrence and it helps in the identification of different entities. Then what is synthetic character? Different taxa involved in a study have to be synthesized in higher categories. നമ്മൾ പഠിക്കുന്ന ടാക്സിനെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ടാക്സ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു ഹയർ കാറ്റഗറി ഫോം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് ജീനസുകൾ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഫാമിലി സിന്തസൈസ് ചെയ്യേണ്ടി വരും. അതായത് ഒരുപാട് ലോവർ കാറ്റഗറീസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ കാറ്റഗറി ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് സിന്തറ്റിക് ക്യാരക്ടേഴ്സ് ആവശ്യമായിട്ട് വരും. എന്താ സിന്തറ്റിക് ക്യാരക്ടേഴ്സ്? ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഫോർ സിന്തസൈസിങ് എ ഹയർ ടാക്സോൺ by combining several individual lower taxa. Several individual lower taxa combine ചെയ്തിട്ട് ഒരു ഹയർ കാറ്റഗറി സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് സിന്തറ്റിക് ക്യാരക്ടർ. എന്താ പറഞ്ഞത്? സെവറൽ ലോവർ ടാക്സ കമ്പൈൻ ചെയ്ത് ഒരു ഹയർ ടാക്സ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് സിന്തറ്റിക് ക്യാരക്ടർ. സോ പാരലൽ വെനേഷൻ എന്നുള്ള ഒരു ക്യാരക്ടർ മോണോകോട്സിൻ്റെ സിന്തറ്റിക് ക്യാരക്ടറാണ്. കാരണം പാരലൽ വെനേഷനുള്ള എല്ലാ ലോവർ ടാക്സനെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? മോണോകോട്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. പാരലൽ വെനേഷനുള്ള കുറേ ഫാമിലീസ് ഉണ്ടാവും. ദെൻ ആ ഫാമിലീസ് ഇൻക്ലൂഡ് ചെയ്ത സീരീസ് ഉണ്ടാവും. ഈ സീരീസിനൊക്കെ നമുക്ക് എവിടെ ഇൻക്ലൂഡ് ചെയ്യാം? മോണോകോട്ലിഡൻസ് എന്നുള്ള ഒരു ഹയർ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ പാരലൽ വെനേഷൻ എന്നുള്ളത് ആൻജിയോസ്പേംസിൻ്റെ ഒരു അനലിറ്റിക് ക്യാരക്ടറാണ് ആൻഡ് മോണോകോട്ലിഡൻസിൻ്റെ ഒരു സിന്തറ്റിക് ക്യാരക്ടറാണ്. എങ്ങനെയാണ് പാരലൽ വെനേഷൻ ആൻജിയോസ്പേംസിൻ്റെ അനലിറ്റിക്കും മോണോകോട്ലിഡൻസിൻ്റെ സിന്തറ്റിക്കും ആയത്? ആൻജിയോസ്പേംസ് എന്നുള്ള ഒരു വലിയ കാറ്റഗറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് മോണോകോട്സ് ആൻഡ് ഡൈക്കോട്സ് എന്നുള്ള രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരലൽ വെനേഷൻ എന്നുള്ള ക്യാരക്ടറിനെ നമ്മൾ യൂസ് ചെയ്യും. സോ ആ സമയത്ത് അതൊരു അനലിറ്റിക് ക്യാരക്ടറാണ്. ആൻഡ് സെയിം പാരലൽ വെനേഷനെ നമുക്ക് സെവറൽ ലോവർ ടാക്സ കമ്പൈൻ ചെയ്ത് ഒരു ഹയർ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഹയർ ടാക്സ ഫോം ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യാം ഒരു സിന്തറ്റിക് ക്യാരക്ടറായിട്ട്. ഡിഫറൻസ് ക്ലിയർ അല്ലേ? സിന്തറ്റിക് ക്യാരക്ടേഴ്സ് ഹാവ് വൈഡ് ഒക്യൂറൻസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ പ്ലേസ്മെൻറ്റ് ഇൻ ഹയർ ടാക്സ. ലോവർ ടാക്സിനെ ഹയർ ടാക്സയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിന്തറ്റിക് ക്യാരക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യും. അനലിറ്റിക് ക്യാരക്ടർ ഓഫ് എ ഗിവൺ ഗ്രൂപ്പ് മേ ടേൺ ഔട്ട് ടു ബി സിന്തറ്റിക് ഇൻ അനദർ. അപ്പം എല്ലാ സമയത്തും ഒരു ക്യാരക്ടർ അനലിറ്റിക് ആണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സിന്തറ്റിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ അനലിറ്റിക് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചില സമയത്ത് സിന്തറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. താഴെ കുറച്ചും കൂടിയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. തേർഡ് ക്യാരക്ടറാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആ വേർഡ് തന്നെ ഉണ്ട്. ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓർ കൗണ്ടഡ്. നമുക്ക് മെഷർ ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ പറ്റുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് പറയാം. എക്സാമ്പിൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ എണ്ണാൻ പറ്റും, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റും.
ഒരു സ്റ്റേമൻ ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട്, 2 സ്റ്റേമൻ ഉള്ളതുണ്ട്, 5 ഉള്ളതുണ്ട്, ന്യൂമറസ് ഉണ്ട്. സോ നമ്പർ ഓഫ് സ്റ്റേമൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറാണ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സീഡ്സിൻ്റെ നമ്പറും നമുക്ക് കൗണ്ട് ചെയ്യാം. സോ മെഷർ ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ? ക്യാരക്ടർ ദാറ്റ് കനോട്ട് ബി മെഷേർഡ് ഓർ കൗണ്ടഡ്. നമുക്ക് മെഷർ ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ പറ്റാത്ത ക്യാരക്ടേഴ്സ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ ഫ്ലവർ കളർ. ഫ്ലവറിൻ്റെ കളർ നമുക്ക് മെഷർ ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. സോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിന് എക്സാമ്പിളാണ് ഫ്ലവറിൻ്റെ കളറ്. ബോത്ത് ദ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ടാക്സോണമി. ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറും ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറും നമ്മൾ ടാക്സോണമിയിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഗുഡ് ആൻഡ് ബാഡ് ക്യാരക്ടേഴ്സ്. എവറി ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ഹാവ് thousands of characters. All of them cannot be considered in classification. Taxonomists make a selection of character for classificatory purpose. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനെയും ചിലപ്പോൾ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്തോളണം എന്നില്ല. സോ കുറച്ച് ക്യാരക്ടേഴ്സിനെ ടാക്സോണമിസ്റ്റ് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ക്യാരക്ടേഴ്സ് വിച്ച് ഡു നോട്ട് എക്സിബിറ്റ് വൈഡ് വേരിയേഷൻ or high genetic variability and are highly correlated within the group are usually considered to be good. അതായത് ഒരുപാട് വേരിയേഷൻസ് കാണിക്കാത്ത, ഒരുപാട് ജനറ്റിക് വേരിയബിലിറ്റി കാണിക്കാത്ത, ഒരു ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സിന് ഉള്ള ക്യാരക്ടേഴ്സ്, അതാണ് ഗുഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫാമിലി, ഇപ്പം നമ്മൾ പുതിയൊരു ഫാമിലി ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് അതിലെ മെമ്പേഴ്സിന് കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ് ആ ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത്. സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ഒരുപാട് മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് ആ ക്ലാസിഫിക്കേഷനിൽ ഗുഡ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യുക. അല്ലാതെ ഒരു ഫാമിലിയിൽ 15 മെമ്പർ ഉള്ളതിൽ 15ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആ ക്ലാസിഫിക്കേഷനിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ഇൻഫ്ലോറസൻസ് ആണെന്ന് വിചാരിക്കുക. ഇൻഫ്ലോറസൻസ് ഒന്നിൽ സിമ്പിൾ റസീം, ഒന്ന് കോമ്പൗണ്ട് റസീം, ഒന്ന് സൈമോസ്, ഒന്ന് സ്പെഷ്യൽ, അങ്ങനെയാണ് അതിൻ്റെ ഇൻഫ്ലോറസൻസ് വരുന്നതെങ്കിൽ ആ ഫാമിലിയിലെ 15 മെമ്പർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ സോ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇൻഫ്ലോറസൻസ് എന്നുള്ള ക്യാരക്ടർ കൺസിഡർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ ഗുഡല്ല. എന്തുകൊണ്ടാണ് ഗുഡല്ലാത്തത്? വൈഡ് വേരിയേഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സോ അങ്ങനെ വേരിയേഷൻസ് കുറവും അതുപോലെ ജനറ്റിക് വേരിയബിലിറ്റിയും കുറവുള്ള ഒരു ഗ്രൂപ്പിൽ മാക്സിമം മെമ്പേഴ്സിന് കാണുന്ന ക്യാരക്ടേഴ്സാണ് ആ ക്ലാസിഫിക്കേഷനിൽ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ ക്ലാസിഫിക്കേഷനിൽ ഗുഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് ബാഡ്? ക്യാരക്ടേഴ്സ് വിച്ച് എക്സിബിറ്റ് വൈഡ് വേരിയേഷൻ ഓർ ഹൈ ജനറ്റിക് വേരിയബിലിറ്റി ആൻഡ് ഇൻകോൺസ്റ്റൻസി ആർ കൺസിഡേർഡ് ബാഡ്. സോ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻഫ്ലോറസൻസിൻ്റെ ക്യാരക്ടർ ശരിക്കും ആ ഒരു ക്ലാസിഫിക്കേഷനിൽ ബാഡാണ്. സോ വൈഡ് വേരിയേഷനും ഹൈ ജനറ്റിക് വേരിയബിലിറ്റിയും അതുപോലെ ഇൻകോൺസ്റ്റൻസിയും കാണിക്കുന്ന ക്യാരക്ടേഴ്സിനെ ബാഡ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യും. ബട്ട് ദർ ആർ നോ യൂണിവേഴ്സലി ഗുഡ് ഓർ ബാഡ് ക്യാരക്ടേഴ്സ്. ഇങ്ങനെയാണെങ്കിൽ കൂടി എല്ലാ സമയത്തും ഒരു ക്യാരക്ടർ ഗുഡാണ് അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരു ക്യാരക്ടർ ബാഡാണെന്ന് ഉള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അതായത് ഇൻഫ്ലോറസൻസ് എപ്പോഴും ബാഡ് ആയിരിക്കുന്നോ അല്ലെങ്കിൽ ഫ്ലവർ എപ്പോഴും ഗുഡായിരിക്കുമോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. ആ ക്ലാസിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്യാരക്ടേഴ്സ് ഗുഡാണോ ബാഡാണോ എന്നുള്ളത്. ഗുഡ് ക്യാരക്ടർ ഇൻ വൺ പെർട്ടിക്കുലർ ഗ്രൂപ്പ് മേ ടേൺ ഔട്ട് ടു ബി ബാഡ് വിത്ത് റിഗാർഡ് ടു അനദർ. ഒരു ഫാമിലിയിൽ ഗുഡായിട്ടുള്ള ക്യാരക്ടർ വേറൊരു ഫാമിലിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബാഡായിരിക്കും. സോ വേറൊരു ഫാമിലിയിൽ ബാഡായ ക്യാരക്ടർ വേറൊരു ഫാമിലിയിൽ ചിലപ്പോൾ ഗുഡായിരിക്കാം. സോ അത് കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ യൂണിവേഴ്സലി ഗുഡ് ഓർ ബാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. യൂണിറ്റ് ആൻഡ് മൾട്ടിപ്പിൾ ക്യാരക്ടർ. യൂണിറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ടു ഓർ മോർ സ്റ്റേറ്റ് വിച്ച് വിത്തിൻ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി കനോട്ട് ബി സബ് ഡിവൈഡഡ് ലോജിക്കലി. ഒരു ക്യാരക്ടറിൻ്റെ 2 അതിൽ കൂടുതലോ ക്യാരക്ടർ സ്റ്റേറ്റ്സ്, അങ്ങനെ പറഞ്ഞാൽ ഫിലോടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്റ്റേറ്റ്സ് ആണ് ഓൾട്ടർനേറ്റ്, വേൾഡ്, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത്. സോ അതാണ് വൺ ഓഫ് ടു ഓർ മോർ സ്റ്റേറ്റ്. ഒരുപാട് ക്യാരക്ടർ സ്റ്റേറ്റ് ഉള്ള ഒരു ക്യാരക്ടറിൻ്റെ
ഒരു ക്യാരക്ടർ സ്റ്റേറ്റ് വിച്ച് വിത്തിൻ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി കനോട്ട് ബി സബ്ഡിവൈഡഡ് ലോജിക്കലി. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ക്യാരക്ടർ സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് യൂണിറ്റ് ക്യാരക്ടർ എന്ന് പറയുക. അതായത് ഒരു ക്യാരക്ടറിന് ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ സ്റ്റേറ്റ്സ്. എക്സാമ്പിൾ ഫില്ലോ ടാക്സി 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ആൻഡ് അതിലെ ഒരു ക്യാരക്ടർ സ്റ്റേറ്റിനെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് യൂണിറ്റ് ക്യാരക്ടർ എന്ന് പറയുക. ദെൻ മൾട്ടിപ്പിൾ ക്യാരക്ടറോ, one of 2 or more states which can be broken down into unit character. അതായത് 2 or 3 ക്യാരക്ടർ സ്റ്റേറ്റ് ഉള്ള ഒരു ക്യാരക്ടറിൻ്റെ ആ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് യൂണിറ്റ് ക്യാരക്ടേഴ്സ് ആക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ, ലീഫ് ലെങ്ത്, ഫ്ലവർ ഡയമീറ്റർ, സീഡ് നമ്പർ എക്സെട്ര ആർ യൂണിറ്റ് ക്യാരക്ടേഴ്സ്. ലീഫിൻ്റെ ലെങ്ത്തിനെ, അതേപോലെ ഫ്ലവറിൻ്റെ ഡയമീറ്റർ, സീഡ് നമ്പർ, ഇതിനൊന്നും നമുക്ക് പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സീഡ് നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിലൊരു ഡിവിഷൻ വരുന്നില്ല. സോ അതൊരു യൂണിറ്റ് ക്യാരക്ടറാണ്. ദെൻ ലീഫ് ഷേപ്പ് ക്യാൻ ബി ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ യൂണിറ്റ് ക്യാരക്ടർ. ലീഫിൻ്റെ ഷേപ്പിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ, ഇന്ന മുതൽ ഇന്ന വരെ റേഷ്യോസ് ഉള്ളത് ഒരു സ്റ്റേറ്റ് ആയിട്ട്, ഇന്ന മുതൽ ഇന്ന ലെങ്ത് വരെയുള്ളത് വേറൊരു സ്റ്റേറ്റ് ആയിട്ട്. ഇപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് പറയുമ്പോൾ നമ്മൾ ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ അനുസരിച്ചിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെയുള്ളതിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടും വേറൊരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെയുള്ളതിനെ വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്യാം. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, കോറിലേഷൻ ഓഫ് ക്യാരക്ടർ. Certain characters show a tendency to cling together and are hence transmitted together. Such characters are called correlated character. എന്താ പറഞ്ഞത്? ചില ക്യാരക്ടറിൻ്റെ കൂടെ ക്ലിങ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതിനെയാണ് കോറിലേറ്റഡ് ക്യാരക്ടർ എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോണോകോട്സിൻ്റെ കേസിൽ പാരലൽ വെനേഷനാണ്, അതുപോലെ സിംഗിൾ കോട്ട്ലിഡൻ ആണ്. സോ സിംഗിൾ കോട്ട്ലിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ കൂടെ ക്ലിങ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേറൊരു ക്യാരക്ടറാണ് പാരലൽ വെനേഷൻ. സോ അങ്ങനത്തെ ക്യാരക്ടറെയാണ് കോറിലേഷൻ ഓഫ് ക്യാരക്ടർ എന്ന് പറയുക. ചില ക്യാരക്ടറിൻ്റെ കൂടെ ക്ലിങ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുക. സച്ച് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് കോറിലേഷൻ ഓഫ് ക്യാരക്ടർ. ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സയൻറ്റിസ്റ്റിൻ്റെ വ്യൂസ് ആണ് കോറിലേഷൻ ഓഫ് ക്യാരക്ടറിനെ കുറിച്ചിട്ട്. According to Spawn 1948, primitive characters tend to occur together. Characters that are positively correlated with characters known to be primitive are also likely to be primitive. സ്പോണിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു പ്രിമിറ്റീവ് ക്യാരക്ടറിൻ്റെ കൂടെ ഒരു പ്രിമിറ്റീവ് ക്യാരക്ടറാണ് കോറിലേറ്റ് ചെയ്യുക. സോ ഒരു ക്യാരക്ടർ പ്രിമിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടറും പ്രിമിറ്റീവ് ആയിരിക്കും എന്നാണ് സ്പോൺ പറയുന്നത്. അതായത് പ്രിമിറ്റീവ് ക്യാരക്ടറിൻ്റെ കൂടെ പ്രിമിറ്റീവ് ക്യാരക്ടർ മാത്രമേ കോറിലേറ്റ് ചെയ്യൂ. അക്കോർഡിംഗ് ടു ബെയ്ലി, ട്രൈലാക്യുനാർ നോഡ് ഈസ് പ്രിമിറ്റീവ്. കോറിലേഷൻ ബിറ്റ്വീൻ ട്രൈലാക്യുനാർ നോഡ് ആൻഡ് സ്റ്റിപ്പുലേറ്റ് ലീവ്സ് led to the conclusion that stipulate leaves are more primitive than exstipulate ones. ബെയ്ലി സ്പോണിൻ്റെ ഏകദേശം അതേ കൺസെപ്റ്റാണ്. ബെയ്ലിൻ്റെ അഭിപ്രായത്തിൽ ട്രൈലാക്യുനാർ നോഡ് പ്രിമിറ്റീവ്. ട്രൈലാക്യുനാർ നോഡ് നോഡൽ അനാട്ടമിയിൽ വരുന്നതാണ്. യൂണിലാക്യുനാർ ഉണ്ട്, ട്രൈലാക്യുനാർ ഉണ്ട്, മൾട്ടിലാക്യുനാർ ഉണ്ട്. ലീഫ് ഗ്യാപ്പിൻ്റെയും ലീഫ് ട്രേസിൻ്റെയും നമ്പറിൻ്റെ ബേസിലുള്ള ഒരു നോഡാണ്. സോ ട്രൈലാക്യുനാർ നോഡ് പ്രിമിറ്റീവ് ആണ്. സോ ട്രൈലാക്യുനാർ നോഡിൻ്റെ കൂടെ കോറിലേറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്യാരക്ടറാണ് സ്റ്റിപ്പുലേറ്റ് ലീഫ്. സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്ന് പറഞ്ഞാൽ ലീഫിന് സ്റ്റിപ്യൂള് പ്രസൻ്റ് ആയിട്ടുള്ള ലീഫ്. ആൻഡ് ഇങ്ങനെ ട്രൈലാക്യുനാർ നോഡിൻ്റെ കൂടെ സ്റ്റിപ്പുലേറ്റ് ലീഫ് കോറിലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ബെയ്ലി കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിപ്പുലേറ്റ് ലീവ്സ് ആർ മോർ പ്രിമിറ്റീവ് ദാൻ എക്സ്റ്റിപ്പുലേറ്റ് വൺ. സ്റ്റിപ്പുലേറ്റ് ലീവ്സ് ആണ് എക്സ്റ്റിപ്പുലേറ്റ് ലീവ്സിനേക്കാളും പ്രിമിറ്റീവ്. കാരണമായിട്ട് എന്താ പറയുന്നത്? ട്രൈലാക്യുനാർ നോഡ് പ്രിമിറ്റീവ് ആണ്. ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൈലാക്യുനാർ നോഡിൻ്റെ കൂടെയാണ് സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നുള്ള ഒരു ക്യാരക്ടർ കോറിലേറ്റ് ചെയ്യുന്നത്. സോ
ഒരു പ്രിമിറ്റീവിൻ്റെ കൂടെ ഒരു പ്രിമിറ്റീവ് കോറിലേറ്റ് ചെയ്യുന്നു എന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റിപ്പുലേറ്റ് ലീവ്സ് ആണ് അഡ്വാൻസ്ഡ് ദാൻ സ്റ്റിപ്പുലേറ്റ് ലീവ്സ് എന്നാണ് ബെയ്ലീൻ്റെ കൺസെപ്റ്റ്. അതായത് സ്പോണിൻ്റെ സെയിം കൺസെപ്റ്റ്, പ്രിമിറ്റീവിൻ്റെ കൂടെ പ്രിമിറ്റീവ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യൂ. സ്പോൺ 1976 investigated that correlation of 26 characters among dicotyledons and on this base calculated advancement indices of families. Spawn 1976 26 characters dicotyledons 26 charactersന്റെ കോറിലേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ബേസിൽ ഫാമിലീസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഇൻഡിസസും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് ഫാമിലീസാണ് പ്രിമിറ്റീവ്, ഏത് ഫാമിലീസാണ് അഡ്വാൻസ്ഡ് എന്ന്. ഏതിൻ്റെ ബേസിൽ? കോറിലേഷൻ ഓഫ് 26 characters among dicotyledons. Recently, some workers have criticized this approach, suggesting that correlation of character is a functional interdependence between them and need not necessarily indicate evolutionary history because they are liable to differ between closely related forms and are not useful for higher level classification. പക്ഷേ ചില സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ കോറിലേഷന് പ്രിമിറ്റീവ് ആണോ അഡ്വാൻസ്ഡ് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശരിക്കും ക്യാരക്ടേഴ്സ് കോറിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫങ്ഷണൽ ഇൻ്റർഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ടാണ്. ഒന്നുമായിട്ട് ഫങ്ഷണലി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ട് ക്യാരക്ടേഴ്സ് കോറിലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിനെ പ്രിമിറ്റീവ് ആണോ അഡ്വാൻസ്ഡ് ആണോ എന്നൊന്നും കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചില ഫാമിലീസിലോ അല്ലെങ്കിൽ ചില ടാക്സയിലുള്ളത് ചില ടാക്സയിൽ ഡിഫറെൻ്റ് ആയിരിക്കാം. സോ അതിനെ പ്രിമിറ്റീവ് ഓർ അഡ്വാൻസ്ഡ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല എന്നാണ് ചില സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായം. Stebbins 1951 suggested that correlated characters cannot be interpreted as primitive or advanced. They are just syndromes. സ്റ്റെബിൻസിൻ്റെ അഭിപ്രായ പ്രകാരം പ്രിമിറ്റീവ് ആണോ അഡ്വാൻസ്ഡ് ആണോ എന്നൊന്നും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ജസ്റ്റ് സിൻഡ്രോംസ്. ഒരു സിൻഡ്രോമാണ്. ഒന്നിൻ്റെ കൂടെ കോറിലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് എ സിൻഡ്രോം. മോഡേൺ ടാക്സോണമി lean heavily on multiple characters rather than on a single character difference. മോഡേൺ ടാക്സോണമി ഫോക്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിലാണ് റാദർ ദാൻ ഓൺ എ സിംഗിൾ ക്യാരക്ടർ ഡിഫറൻസ്. അതായത് ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് കോറിലേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരുപാട് ക്യാരക്ടേഴ്സ് കോറിലേറ്റ് ചെയ്യുന്നതിലാണ് മോഡേൺ ടാക്സോണമി ഫോക്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്പർ ഓഫ് കോട്ടിലിഡൻസ് ഇൻ ആൻജിയോസ്പെർം ഈസ് കോറിലേറ്റഡ് വിത്ത് ടൈപ്പ് ഓഫ് ലീവ്സ്, ഓറിയൻറ്റേഷൻ ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്, നാച്ചർ ഓഫ് ഫ്ലവേഴ്സ് എക്സെട്ര. സോ നമ്മൾ പറഞ്ഞു മോഡേൺ ടാക്സോണമി ഫോക്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിലാണ് എന്ന്. അപ്പോൾ നമ്പർ ഓഫ് കോട്ടിലിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കോറിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് കാണാറുണ്ട്. ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് ലീവ്സ്, ഓറിയൻറ്റേഷൻ ഓഫ് വാസ്കുലാർ ബണ്ടിൽ, നാച്ചർ ഓഫ് ഫ്ലവേഴ്സ്. ഇതൊക്കെ നമ്പർ ഓഫ് കോട്ടിലിഡൻസിന് കോറിലേറ്റ് ചെയ്ത് കാണുന്ന ക്യാരക്ടേഴ്സാണ്. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഡൈക്കോട്സിൻ്റെ കേസിൽ 2 കോട്ടിലിഡൻസ് ആണ്. ആ 2 കോട്ടിലിഡൻസിന് കോറിലേറ്റ് ചെയ്ത് കാണുന്ന ടൈപ്പ് ഓഫ് ലീഫാണ് ഡോർസി വെൻട്രൽ ലീവ്സ്. നമുക്കറിയാം യൂഷ്വലി ഡൈക്കോട്സിൽ ഡോർസി വെൻട്രൽ ആണ് ലീവ്സ്. ദെൻ അതുപോലെ തന്നെ ഡോർസി വെൻട്രൽ ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. ദെൻ 4 to 5 മീറസ് ഫ്ലവേഴ്സ് ആയിരിക്കും ഡൈക്കോട്സിന്. വാസ്കുലാർ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ കൊളാട്രൽ ഓപ്പൺ വാസ്കുലാർ ബണ്ടിലായിരിക്കും, arranged in the form of a broken ring. So, number of കോട്ടിലിഡൻസിനെ കോറിലേറ്റ് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ടൈപ്സ് ഓഫ് ലീവ്സും ഓറിയൻറ്റേഷൻ ഓഫ് വാസ്കുലാർ ബണ്ടിലും നാച്ചർ ഓഫ് ഫ്ലവേഴ്സും. സോ 2 കോട്ടിലിഡൻസ് ഉള്ള ഒരു പ്ലാന്റിൽ കോറിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഡോർസി വെൻട്രൽ ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ. അതുപോലെ ഫ്ലവറിൻ്റെ നാച്ചർ പറയുകയാണെങ്കിൽ 4 to 5 മീറസ് ഫ്ലവേഴ്സ്, വാസ്കുലാർ ബണ്ടിൽസ് കൊളാട്രൽ ഓപ്പൺ, അറേഞ്ച്ഡ് ഇൻ എ ബ്രോക്കൺ റിംഗ്. അതേസമയം ഒരു കോട്ടിലിഡൻ ആണെങ്കിലോ 1 കോട്ടിലിഡൻ ഈസ് കോറിലേറ്റഡ് വിത്ത് ഐസോബൈലാറ്ററൽ ലീവ്സ് വിത്ത് പാരലൽ വെനേഷൻ, ഫ്ലവേഴ്സ് ട്രൈമീറസ്, ദെൻ ക്ലോസ്ഡ് ആൻഡ് സ്കാറ്റേർഡ് വാസ്കുലാർ ബണ്ടിലായിരിക്കും. സോ മോഡേൺ ടാക്സോണമി ഫോക്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്യാരക്ടറിൻ്റെ കോറിലേഷനാണ് റാദർ ദാൻ ഓൺ എ സിംഗിൾ ക്യാരക്ടർ ഡിഫറൻസ്. However, correlation is relevant only to the group under study. അതായത് ശരിക്കും കോറിലേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഏത് ഗ്രൂപ്പാണോ പഠിക്കുന്നത് അതിൽ മാത്രമേ
ആ സമയത്ത് അതിന് റെലവൻസ് ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ, bilabiate corolla in labiate is correlated with gynobasic style in lamiaceae. In verbenaceae, the very same type of corolla goes with a terminal style. So, നമ്മൾ ഇങ്ങനെയൊക്കെ കോറിലേഷൻ പറയുന്നുണ്ടെങ്കിൽ കൂടി കോറിലേഷൻ നമ്മൾ ഏത് ഗ്രൂപ്പാണോ പഠിക്കുന്നത് ആ ഗ്രൂപ്പിൽ മാത്രമേ അതിൽ റെലവൻസ് ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഫാമിലീൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പറയുന്ന സമയത്ത് നമുക്ക് കോറിലേറ്റഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. അല്ലാതെ വേറൊരു ഫാമിലിക്ക് ചിലപ്പോൾ സെയിം ക്യാരക്ടേഴ്സ് കോറിലേറ്റ് ചെയ്തോളണം എന്നില്ല. സോ കോറിലേഷൻ ഈസ് റെലവൻറ്റ് ഓൺലി ടു ദ ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡി. എക്സാമ്പിൾ, ലാമിയേസി അല്ലെങ്കിൽ ലാബിയേറ്റ് ഫാമിലിയിൽ ബൈലേബിയേറ്റ് കൊറോളയാണ്. ആൻഡ് ബൈലേബിയേറ്റ് കൊറോളയും ഗൈനോബേസിക് സ്റ്റൈലുമാണ് ലാമിയേസിയിൽ. വെർബനേസിൻ്റെ കേസിൽ ബൈലേബിയേറ്റ് ആണ് കൊറോള, പക്ഷെ എന്തല്ല, ഗൈനോബേസിക് സ്റ്റൈലല്ല, ടെർമിനൽ സ്റ്റൈലാണ്. സോ ലാമിയേസിക്ക് ഒരു ടൈപ്പ് ഓഫ് കോറിലേഷനും വെർബനേസിക്ക് വേറൊരു ടൈപ്പ് ഓഫ് കോറിലേഷനുമാണ് ഉള്ളത്. താങ്ക് യു.